സംസ്ഥാനത്തെ സഹകരണ സ്ഥാപനങ്ങളിലെ ക്രമക്കേട് സംബന്ധിച്ച ചോദ്യം പിൻവലിച്ച് എച്ച് സലാം MLA ക്രമക്കേട് കണ്ടെത്തിയ സ്ഥാപനങ്ങളും അവയുടെ രാഷ്ട്രീയ ബന്ധവും വ്യക്തമാക്കണമെന്ന ചോദ്യമാണ് അമ്പലപ്പുഴ MLA എച്ച് സലാം പിൻവലിച്ചത്. അതൃപ്തി രേഖപ്പെടുത്തി CPM ചോദ്യം രേഖകളിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തു. പ്രശാന്ത്, ഏത് സാഹചര്യത്തിലായിരിക്കാം അങ്ങനെ ഒരു ചോദ്യം ഉയർന്നു വന്നത്? കാരണം അറിയാമല്ലോ, ഇപ്പോൾ നിലവിൽ ഈ സഹകരണ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമൊക്കെ നടക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു ചോദ്യം ഉയർന്നു വന്നത്. അത് എത്രത്തോളം വെട്ടിലാക്കുന്ന ഒരു ചോദ്യമായി മാറുകയും ചെയ്തു. പ്രജീഷ്, ഇന്നിപ്പോൾ ഈ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യത്തിലാണ് അമ്പലപ്പുഴ MLA എച്ച് സലാമിൻ്റെ ഒരു ചോദ്യമുണ്ടായത്. ആ ചോദ്യത്തിൽ പറയുന്ന ഭാഗം ഇതാണ്: ബാങ്കുകളടക്കം സഹകരണ സ്ഥാപനങ്ങളിലെ ക്രമക്കേട്, ഭരണസമിതിയും രാഷ്ട്രീയ ബന്ധവും, സഹകരണ വകുപ്പിൻ്റെ അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ, മാത്രമല്ല ഈ ഭരണസമിതിക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിയുമായാണ് ബന്ധം തുടങ്ങിയ ചോദ്യങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. ഇത് ഈ കരുവന്നൂർ കണ്ടള സഹകരണ ബാങ്ക് തട്ടിപ്പ്, അതുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ സംസ്ഥാന സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്ന ഒരു അവസരത്തിൽ ആണ് അമ്പലപ്പുഴ MLA CPMൻ്റെ അംഗം എച്ച് സലാം ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഈ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് സഹകരണ മന്ത്രിയാണ്. തീർച്ചയായും സഹകരണ മന്ത്രി ഇതിൽ മറുപടി പറയുമ്പോൾ ഇതിൽ പാർട്ടി പങ്ക് പറയേണ്ടി വരും, അല്ലെങ്കിൽ പാർട്ടിക്ക് പങ്കുള്ള സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും. ഉത്തരം മുട്ടിക്കുന്ന മറുപടി തന്നെ പറയേണ്ടി വരും. അതായത് ഉത്തരം മുട്ടിക്കുന്ന ഒരു ഭരണകക്ഷി അംഗമായ എച്ച് സലാം തന്നെ ചോദിച്ചത്. ഇതിൽ ഇന്നിപ്പോൾ ഈ ചോദ്യാവലി വന്നപ്പോൾ അതിൽ 793 നമ്പറായിരുന്നു ഈ ചോദ്യം അവിടെ വിതരണം ചെയ്ത എല്ലാ ചോദ്യാവലിയിലും ഈ ചോദ്യം വെട്ടി വിഡ്രോൺ എന്ന് എഴുതിയിരുന്നു. മാത്രമല്ല ഈ അസംബ്ലിയിലെ സൈറ്റിനുള്ളിൽ വെബ്സൈറ്റിൽ നിന്ന് ഈ ചോദ്യം നീക്കുകയും ചെയ്തു. അതായത് അദ്ദേഹത്തിന് മേലൊരു സമ്മർദ്ദമുണ്ടായി. സ്വാഭാവികമായും അദ്ദേഹം ഈ ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ചോദിച്ചത് ബോധപൂർവമാണോ എന്താണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത അദ്ദേഹത്തിന്റെ വിശദീകരണം വന്നിട്ടില്ല. പക്ഷേ ആ മറുപടി ക്രോഡീകരിക്കുന്ന സമയത്തായിരിക്കാം ഇത് വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുകയും തുടർന്ന് അദ്ദേഹം ഇത് പിൻവലിക്കാൻ നിർബന്ധിതരാവുകയും ആയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും വലിയ തോതിൽ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുമായിരുന്ന ഒരു ചോദ്യമാണ് അത്. പക്ഷേ ഈ വിഡ്രോൺ എന്ന് ഈ പരസ്യമായി തന്നെ അതിൽ രേഖപ്പെടുത്തിയതിലൂടെയാണ് ഇപ്പോൾ ഇത് പുറത്തു വരികയും ചെയ്തത്. ശരി, അങ്ങനെ സലാമിന്റെ വെട്ടിലാക്കുന്ന ഒരു ചോദ്യം അത് പിന്നീട് പിൻവലിക്കുന്ന സാഹചര്യവും ഉണ്ടായി.